സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ഇസ്രായേലിൻ്റെ കഥ പറയുന്ന വീഡിയോ സീരീസിലെ 16ാമത്തെ വോള്യത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത് 1947 നവംബർ 29 UN ജനറൽ അസംബ്ലി പാലസ്തീന റീജിയൻ വിഭജിച്ച് ഒരു ജൂയിഷ് ഹോം ലാൻഡും അറബ്സിന് ഒരു പ്രത്യേക റീജിയനും കൂടാതെ ഇൻ്റർനാഷണൽ അഡ്മിനിസ്ട്രേഷനുള്ള ഒരു ഫ്രീ ജെറുസലേമും നിർമ്മിക്കുവാൻ തീരുമാനിച്ച കാര്യം പറഞ്ഞു. അപ്പം ജൂയിഷ് ഹോം ലാൻഡ് എന്നുള്ളത് യാഥാർത്ഥ്യമാവുകയാണ്. അതൊരു UN റെസൊല്യൂഷൻ്റെ ഭാഗമായിട്ട് യുനാനിമസ് ആയിട്ടാണ് അഡോപ്ഷൻ വന്നിട്ടുള്ളത്. പക്ഷേ അറബ് കൺട്രീസ് എതിർത്തു എന്നുള്ളത് നേരാണ്. അതിൻ്റെ ഡിവിഷനെ സംബന്ധിച്ചുള്ള ചില വിഷയങ്ങൾ വന്നപ്പോൾ അറബ് കൺട്രീസ് എതിർത്തു. ഇപ്പോൾ ഈ പാലസ്തീന റീജിയൻ മൂന്നായി വിഭജിക്കുന്നു. ഒരു ജൂയിഷ് ഹോം ലാൻഡ്, പിന്നെ അറബ്സിന് ഒരു റീജിയൻ, ജെറൂസലേം അത് ഒരു ഇൻ്റർനാഷണൽ അഡ്മിനിസ്ട്രേഷൻ്റെ കീഴിൽ. ബിക്കോസ് ആ റീജിയൻ ക്രിസ്ത്യാനികൾക്കും ജ്യൂസിനും മുസ്ലിംസിനും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്വാഭാവികമായിട്ടും ജ്യൂസ് ആൻഡ് ക്രിസ്ത്യൻസ് അതിൽ തൃപ്തരായിരുന്നില്ല. കാരണം അവരുടെ ഒരു കാഴ്ചപ്പാടിൽ അവിടെ മുസ്ലിംസിന് കാര്യമില്ല. കാരണം ചരിത്രപരമായിട്ട് മുഹമ്മദ് നബി അവിടെ എത്തിയിട്ടില്ല എന്നുള്ള നിലപാട് അവർക്കുണ്ടായിരുന്നു. എന്നാലും UN റെസൊല്യൂഷൻ ഇത്തരത്തിലായിരുന്നു. ഒരു UN ഇത് എങ്ങനെ വിഭജിക്കണമെന്നതിനെ സംബന്ധിച്ച് ഒരു അഡ്ഹോക് കമ്മിറ്റി രൂപീകരിക്കുകയും അഡ്ഹോക് കമ്മിറ്റി തീരുമാനിച്ചത് 55% ഭൂപ്രദേശം ജ്യൂസിനും 45% ഭൂപ്രദേശം അറബ്സിനും വീതം വെച്ച് കൊടുക്കണം എന്നുള്ളതാണ്. ജെറൂസലേം ഇൻഡാക്റ്റ് ആയിട്ട് നിൽക്കും, ആർക്കുമില്ല, എല്ലാവർക്കും കൂടെ വേണ്ടിയുള്ള സ്ഥലമായിട്ട് നിൽക്കും. അപ്പോൾ ഇവിടെ വാസ്തവത്തിൽ അന്ന് പോപ്പുലേഷൻ നോക്കുമ്പം അറബ്സ് ജ്യൂസിനെ കഴിഞ്ഞ് എത്രയോ കൂടുതലാണ്. ജ്യൂസ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് അങ്ങോട്ട് എത്തുന്നതേ ഉള്ളൂ. ഞാൻ ഒരു വേർഡ് കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെടുന്ന ആലിയ എന്നാണ് അതിനെ അവർ പറയുന്നത്. തിരിച്ചുപോക്ക് എന്നാണ് അതിനർത്ഥം. ഇപ്പോൾ ലോകത്തിൻ്റെ ഇന്നത്തെ പോലെ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളൊന്നും ഉള്ള കാലമല്ല. അപ്പം ലോകത്തിൻ്റെ പല മൂലയ്ക്കും താമസിക്കുന്ന ജ്യൂസ് ഇങ്ങനെ ഒരു രാജ്യം രൂപീകരിച്ച കാര്യം പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ അറിഞ്ഞ ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ചും യൂറോപ്പിലും അറബ് പ്രദേശത്തുമാണ് ഈ കാര്യം പോപ്പുലറായിട്ടുള്ളത്. അതുകൊണ്ട് ഈ രണ്ട് ഭാഗത്തു നിന്നും കുറേശ്ശെയായിട്ട് ജ്യൂസ് ആയിരങ്ങളും പതിനായിരങ്ങളുമായിട്ട് ഈ റീജിയനിലേക്ക് വരുന്നുണ്ട്. അപ്പം 1948 വാസ്തവത്തിൽ അവിടെയുള്ള ജൂയിഷ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് 8 ലക്ഷത്തിൽ താഴെ മാത്രമാണ്. അപ്പോൾ അവിടെ അറബ്സ് അതിനെ കഴിഞ്ഞും കൂടുതലുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് കൂടുതൽ ഏരിയ ജ്യൂസിന് കൊടുത്തു എന്നൊരു ചോദ്യം, അതാണ് ഒന്നാമതായിട്ട് അറബ് കൺട്രീസ് ഉന്നയിച്ചിട്ടുള്ള പ്രശ്നം. അപ്പോൾ ഇത് വാസ്തവത്തിൽ എന്താ കാരണം? ഇത് ജൂയിഷ് നേഷനാണ്, യൂതന്മാരുടെ രാജ്യമാണ്. കാരണം അവിടെ സാവൂളും ദാവീദും സോളമനും അല്ലാതെ വേറെ ആരും ആ പ്രദേശം ഭരിച്ചിട്ടില്ല. അത് ജ്യൂസിൻ്റെ രാജ്യമാണ്. അത് കഴിഞ്ഞ് അവിടെ വന്നത് മുഴുവൻ അധിനിവേശ ശക്തികളാണ്. അവരുടെ രാജ്യമായിട്ടല്ല, അവർ ഇമ്പീരിയൽ വലിയ സാമ്രാജ്യങ്ങൾ വന്നിട്ട് ആ പ്രദേശം കീഴടക്കി അവിടെ കയ്യിൽ വെച്ചിട്ടുണ്ട്. അത് അസീറിയ ആയിക്കൊള്ളട്ടെ, പിന്നീട് വന്ന് ബാബിലോണിയ ആയിക്കൊള്ളട്ടെ, പേർഷ്യ ആയിക്കൊള്ളട്ടെ, ഗ്രീസ് ആയിക്കൊള്ളട്ടെ, റോം ആയിക്കൊള്ളട്ടെ, കാലിഫാമാരായിക്കൊള്ളട്ടെ, ഓട്ടോമൻ എംപയർ ആയിക്കൊള്ളട്ടെ, ഇവരെല്ലാവരും അവിടെ വന്ന അധിനിവേശ ശക്തികൾ മാത്രമാണ്. ഇതിൽ ആത്യന്തികമായിട്ട് ഈവൻ ക്രൂസൈഡേഴ്സ് അടക്കം അവിടെ വന്നിട്ടുള്ളത് അധിനിവേശ ശക്തികൾ മാത്രമാണ്. അവിടെ ആ രാജ്യത്തിൻ്റെ ശരിക്കുള്ള ഓണേഴ്സ് എന്ന് പറയുന്നത് ജ്യൂസാണ്. കാരണം ആ ജ്യൂസിൻ്റെ കയ്യിൽ നിന്ന് ഇത് പിടിച്ചു പറിച്ചു കൊണ്ടുപോയതാണ്. പിന്നീട് ആ പ്രദേശത്ത് ഒരിക്കലും ഒരു രാജ്യം എന്ന നിലയിൽ ഒരു അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിട്ടില്ല. അറബികളൊന്നും അവിടെ ഒരിക്കലും ഒരു രാജ്യം ഉണ്ടാക്കി ഭരിച്ചിട്ടില്ല. പാലസ്തീന എന്നൊരു രാജ്യം ഒരു കാലത്ത് നിലവിലും ഉണ്ടായിരുന്നില്ല. റോമാക്കാർ ആ പ്രദേശത്തിന് പാലസ്തീന എന്ന് പേരിട്ടു എന്ന് മാത്രം. അപ്പോൾ ഈ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ടാണ് ഇത് ജ്യൂസിൻ്റെ സ്ഥലമാണ്, ജ്യൂസിൻ്റെ രാജ്യമാണ് എന്നതുകൊണ്ടാണ് 55% സ്ഥലം അവർക്ക് കൊടുത്തത്. അല്ലാതെ ജ്യൂസിനോട് ഒരു പക്ഷപാതിത്വം കാണിച്ചതല്ല. പക്ഷേ കാലാകാലങ്ങളിൽ അവിടെ കുടിയേറി താമസിച്ചവർ എന്നുള്ള നിലയ്ക്ക് അറബികൾക്ക് കുടികിടപ്പ് അവകാശം എന്ന നിലയിൽ, നമ്മൾ കുടികിടപ്പ് അവകാശം എന്ന് പറയുന്ന ആ ഒരു സംഗതിയുടെ പേരിലാണ് 45% ലാൻഡ് കൊടുത്തത്. സ്വാഭാവികമായിട്ടും ഈ ഡിവിഷൻ തുടങ്ങിയ ഉടനെ തന്നെ സിവിൽ വാർ സ്റ്റാർട്ട് ചെയ്തു. അറബികൾ ജ്യൂസിനെ ആക്രമിക്കാൻ തുടങ്ങി, അവർ തിരിച്ചും ആക്രമിക്കാൻ തുടങ്ങി. പക്ഷേ ഈ സയനിസ്റ്റുകൾ അവർ വെൽ ഓർഗനൈസ്ഡ് ആയിരുന്നു. അപ്പോൾ അവരൊരു പ്ലാൻഡ് ആയിട്ടുള്ള രീതിയിലാണ് അവർ മൂവ് ചെയ്തത്. കാരണം ഇവർക്ക് ഈ 55% ലാൻഡ് കിട്ടിയതിൻ്റെ ബൗണ്ടറിയൊക്കെ മാർക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ 55% റീജിയൻ അവരുടെ കയ്യിൽ വരത്തക്ക രീതിയിലാണ് അവർ ഈ പറയുന്ന സിവിൽ വാർ അവർ ഫൈറ്റ് ചെയ്തത്. നേരെ മറിച്ച് അറബികളെ സംബന്ധിച്ച് അവർ നിൽക്കുന്ന സ്ഥലത്തെല്ലാം വഴക്കുണ്ടാക്കുക എന്നുള്ളതല്ലാതെ, കാരണം അവരൊരു പ്രദേശം വിട്ടുപോകാൻ ഉദ്ദേശിച്ചിരുന്നില്ല. അവർ നിൽക്കുന്ന സ്ഥലത്തെല്ലാം വഴക്കുണ്ടാക്കുക എന്നല്ലാതെ അവരൊരു പ്രദേശം കൈയടക്കുക എന്നുള്ള നിലയിലല്ല അവർ വഴക്കുണ്ടാക്കിയത്. മറ്റവർ കുറച്ചും കൂടി ടാക്റ്റിക്കലായിട്ട് വഴക്കുണ്ടാക്കി ഇവരെ ഓരോരോ പ്രദേശങ്ങളിൽ നിന്ന് എക്സ്പെല് ചെയ്യുന്ന ഒരു രീതിയിൽ വരികയും 1948 മെയ് 14 ഇസ്രയേൽ അവരുടെ രാജ്യം അവർ പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പോൾ അത് UN അല്ല രാജ്യം പ്രഖ്യാപിച്ചത്, ഇസ്രയേലാണ്. ഈ സയനിസ്റ്റ് പ്രസ്ഥാനം, അതിൻ്റെ തലപ്പത്തുള്ളവർ
ജൂയിഷ് ഹോംലാൻഡായിട്ട് ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ ഫോർമേഷൻ പ്രഖ്യാപിച്ചു. ഇപ്പോഴും അവരുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനമായിട്ട് അവർ ആചരിക്കുന്നത് 14 മെയ് ആണ്. 1948 14 മെയ്യിലാണ് ഈ ഡിക്ലറേഷൻ വരുന്നത്. ഡേവിഡ് ബെൻ ഗൂറിയോൺ എന്ന് പറയുന്ന ആളാണ് ഒന്നാമത്തെ പ്രൈം മിനിസ്റ്ററായിട്ട്, രാജ്യത്തിൻ്റെ ഒന്നാമത്തെ പ്രൈം മിനിസ്റ്ററായത് അദ്ദേഹം തന്നെയാണ് ഈ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. ജൂയിഷ് ഹോംലാൻഡായിട്ട് ഇസ്രായേൽ എന്ന രാജ്യം സ്ഥാപിച്ചിരിക്കുന്നു എന്നുള്ളത്. ഈ പ്രഖ്യാപനം ഇതൊരു സെക്യുലർ ഡെമോക്രസി ആയിട്ടാണ്, ഏത് മതക്കാർക്കും അവിടെ ജീവിക്കാം, അതൊരു ഡെമോക്രാറ്റിക് കൺട്രിയാണ് എന്ന നിലയിലാണ് ആ രാജ്യം അവർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇത് പ്രഖ്യാപിച്ച അന്ന് തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സും USSRും ആ രാജ്യത്തെ അംഗീകരിച്ചു. അന്ന് സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞ ഉടനെയുള്ള സമയമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പവേഴ്സായിട്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സും USSRും വന്നു കഴിഞ്ഞു. അപ്പോൾ അവരുടെ അംഗീകാരം എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ അംഗീകാരമാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സും USSRും ആ ദിവസം തന്നെ രാജ്യത്തെ അംഗീകരിച്ചു. അന്ന് കോൾഡ് വാർ ഈ യുണൈറ്റഡ് സ്റ്റേറ്റ്സും USSRും തമ്മിലുള്ള കോൾഡ് വാർ എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, അത് തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഇവരെ ഒന്നിച്ച് ഈ പുതിയ സ്റ്റേറ്റിനെ അംഗീകരിക്കുകയാണ് ചെയ്തത്. നേരെ മറിച്ച് അറബ് രാജ്യങ്ങൾ ഇതിനെ എതിർക്കുകയും ഈജിപ്തും ജോർദാനും സിറിയയും ലെബനോണും ഇറാഖും, അതിനെ അറബ് ഫോഴ്സ് എന്നാണ് വിളിക്കുന്നത്, ഈജിപ്ത്, ജോർദാൻ, സിറിയ, ലെബനോൺ, ഇറാഖ്. അന്ന് ഈ അറബ് ഫോഴ്സിനകത്ത് ഏറ്റവും പ്രമുഖമായ ശക്തി എന്ന് പറയുന്നത് ഈജിപ്താണ്. മറ്റുള്ളവരൊക്കെ ഇവരുടെ ഒരു സഖ്യകക്ഷി എന്ന് കൂട്ടിയാൽ മതി. ഈജിപ്തിനാണ് പവറുള്ളത്. ഇപ്പം ഈജിപ്ത്, ജോർദാൻ, സിറിയ, ലെബനോൺ, ഇറാഖ്, ഈ രാജ്യങ്ങൾ 5 രാജ്യങ്ങൾ കളക്റ്റീവായിട്ട് വെരി നെക്സ്റ്റ് ഡേ ഇവർ 14-ാം തീയതി 1948 രാജ്യം പ്രഖ്യാപിച്ചെങ്കിൽ 15-ാം തീയതി തന്നെ അവരുടെ മിലിറ്ററികളെ ഈ രാജ്യത്തിനകത്തേക്ക് പ്രവേശിപ്പിക്കുകയും ഒഫീഷ്യലായിട്ട് യുദ്ധം ആരംഭിക്കുകയും ചെയ്തു. അപ്പോൾ നമുക്കറിയാം ഇതൊരു പുതിയ രാജ്യമാണ്, ഇതൊക്കെ ഫോം ചെയ്തിട്ടേ ഉള്ളൂ. മറ്റവരൊക്കെ ദീർഘകാലമായിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പട്ടാളങ്ങളാണ്. ഈ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പട്ടാളം ഒരു ജനതയോടാണ് യുദ്ധം ചെയ്യുന്നത്, ഒരു പട്ടാളത്തോടല്ല യുദ്ധം ചെയ്യുന്നത്, ജനതയോടാണ്. ഇവർക്ക് എല്ലാവർക്കും ഹെവി ആർട്ടിലറി എക്യുപ്മെൻസും ഒക്കെ ഉണ്ട്. നേരെ മറിച്ച് ഇത് ഒരു രാജ്യം പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു രാജ്യത്തിന് മാത്രമേ ഹെവി ആർട്ടിലറി വിൽക്കാനായിട്ട് ടാങ്കുകളോ അല്ലെങ്കിൽ അതുപോലത്തെ സാധനങ്ങളോ ഒക്കെ ആയുധമുണ്ടാക്കുന്ന രാജ്യങ്ങൾക്ക് വിൽക്കാൻ സാധിക്കുന്നത് ഒരു രാജ്യത്തിന് മാത്രമാണ്. അപ്പോൾ ഇവർ രാജ്യം രൂപീകരിച്ചത് വെരി നെക്സ്റ്റ് ഡേ ഇവരോട് യുദ്ധം തുടങ്ങി. അപ്പോൾ ഇവർക്ക് ഹെവി ആർട്ടിലറി എന്ന് പറഞ്ഞ സാധനം ഇല്ല. കൂടാതെ തന്നെ യുദ്ധം തുടങ്ങിയ സമയത്ത് ഇനി ഇത് കൂടുതൽ പ്രശ്നമാവണ്ട എന്ന് വിചാരിച്ച്, അത് ഏത് ലെവൽ വരെ പോകുമെന്ന് അറിയാത്തത് കൊണ്ടായിരിക്കാം, ഇത് കൂടുതൽ പ്രശ്നമാവണ്ട എന്ന് വിചാരിച്ച് ബ്രിട്ടൻ ഈ പ്രദേശത്ത് ഇവർക്ക് ഈ ഇസ്രായേലുകാർക്ക് ആയുധങ്ങൾ കൊടുക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ചു. പക്ഷേ ചെക്കോസ്ലോവാക്യ പ്രഖ്യാപനത്തെ അംഗീകരിക്കാതെ ചെക്കോസ്ലോവാക്യ ഇവർക്ക് ഹെവി ആർട്ടിലറി കൊടുത്തു. അപ്പോൾ വാസ്തവത്തിൽ ഈ യുദ്ധത്തിൽ ഇവരെ പ്രധാനമായിട്ടും ആയുധം കൊടുത്ത് സഹായിച്ചത് ചെക്കോസ്ലോവാക്യയാണ്. ചെക്കോസ്ലോവാക്യ കൊടുത്ത ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ഇവർ യുദ്ധം ചെയ്തത്. ഈ പറയുന്ന യുദ്ധത്തിൻ്റെ ഫലമായിട്ട് 11-ാം തീയതി ജൂൺ 1948 ജൂൺ 11 വരെയാണ് ഈ യുദ്ധം നീണ്ടു നിന്നത്. ആ സമയത്ത് UN ഇടപെട്ട് വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. 1948 ജൂൺ 11 വരെയുള്ള കാലഘട്ടത്തിനിടയിലൂടെ യുദ്ധം തീർന്നു. അപ്പോൾ നമ്മൾ പറയുന്നത് മെയ് 15-ന് യുദ്ധം തുടങ്ങി, ജൂൺ 11-ന് യുദ്ധം കഴിഞ്ഞു. എന്തായിരുന്നു യുദ്ധത്തിൻ്റെ റിസൾട്ട്? റിസൾട്ട് എന്ന് പറയുന്നത് ഈ അറബികൾക്കായിട്ട് ഇയർമാർക്ക് ചെയ്ത പ്രദേശത്തിൻ്റെ 60% കൂടി ഇസ്രായേൽക്കാർ പിടിച്ചെടുത്തു. ഇസ്രായേൽക്കാർക്ക് ആദ്യം കൊടുത്തിരുന്നത് 55% ലാൻഡാണ്. ആ 55% ലാൻഡിൽ 45% അറബികൾക്ക് കൊടുത്തത്. ആ 45%ൻ്റെ ഒരു 60% കൂടി ഇസ്രായേൽക്കാരെ കൊണ്ട് പിടിച്ചെടുത്തു എന്നുള്ളതാണ് ഈ യുദ്ധം കൊണ്ടുണ്ടായ മെച്ചം. എന്ന് പറഞ്ഞാൽ മൊത്തം ലാൻഡിൻ്റെ ഏകദേശം 78%, പാലസ്തീന റീജിയൻ്റെ 78% റീജിയണും ഈ ഇസ്രായേൽക്കാരുടെ കയ്യിലാവുകയും അന്ന് അവരുടെ കയ്യിലുണ്ടായിരുന്ന ആ സ്ഥലത്തിനെ ബ്ലൂ ലൈൻ എന്ന് പറഞ്ഞുകൊണ്ട് UN തന്നെ ഡിമാർക്കേറ്റ് ചെയ്ത് ഇസ്രായേലിൻ്റെ ഇൻ്റർനാഷണൽ ബൗണ്ടറി ആയിട്ട് പിന്നീട് അംഗീകരിക്കുകയും ചെയ്തു. അപ്പോൾ വാസ്തവത്തിൽ വഴക്കുണ്ടാകാതിരുന്നെങ്കിലും 45% അന്ന് പാലസ്തീനിൽ കിട്ടിയേനെ. മാത്രമല്ല ഈ പാലസ്തീനിൽ കൊടുത്ത എല്ലാ റീജിയനും തമ്മിൽ ഇൻ്റർ കണക്ഷൻ ഉണ്ടായിരുന്നു. ഈ യുദ്ധം നടത്തിയതിൻ്റെ പേരിൽ എല്ലാ റീജിയനും തമ്മിൽ ഒരു റീജിയൻ തീർത്തും ഗലീലി പ്രദേശത്തുണ്ടായിരുന്ന റീജിയൻ തീർത്തും പോയി. പിന്നീട് വന്നത് ഈ പറഞ്ഞ വെസ്റ്റ് ബാങ്ക് എന്ന് നമ്മളിപ്പോൾ വിളിക്കുന്ന പ്രദേശവും ഗാസ എന്ന് നമ്മളിപ്പോൾ വിളിക്കുന്ന പ്രദേശവും മാത്രമാണ് ഇവരുടെ കയ്യിൽ വന്നത്. ഈ വെസ്റ്റ് ബാങ്ക് എന്ന് നമ്മളിപ്പോൾ വിളിക്കുന്ന ഈ പ്രദേശം ഉണ്ടല്ലോ, ആ പ്രദേശം ജോർദാൻ അവരുടെ രാജ്യത്തിൻ്റെ ഭാഗമാക്കി. അപ്പോൾ ഇവർക്ക് വാസ്തവത്തിൽ എന്താ ഉദ്ദേശം ഉണ്ടായിരുന്നത്? ഇവർക്ക് ഉദ്ദേശം ഉണ്ടായിരുന്നത് ഈ പ്രദേശങ്ങളെ കൂട്ടിച്ചേർത്ത് അവരുടെ രാജ്യങ്ങളെ കുറച്ച് വളർത്തണം എന്നാണ് അവർ ഉദ്ദേശിച്ചത്. അല്ലാണ്ട് ഇവിടെ പാലസ്തീന റീജിയനിൽ അറബികൾക്ക് വേണ്ടി ഒരു പാലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കാനൊന്നും അല്ല അറബ് രാജ്യങ്ങളിൽ പണിയെടുത്തത്. അറബ് രാജ്യങ്ങളിൽ പണിയെടുത്തത് ഈ പ്രദേശം വീതിച്ചെടുത്ത് ഈജിപ്തിൻ്റെയും സിറിയയുടെയും ലെബനാണിൻ്റെയും ഒക്കെ പ്രദേശങ്ങളായിട്ട്, ജോർദാൻ്റെയും ഒക്കെ പ്രദേശങ്ങളായിട്ട് കുറേശ്ശെ കൊണ്ട് വീതിച്ചെടുക്കാമെന്ന് അവർ വിചാരിച്ചത്. അപ്പം ആ പ്രദേശത്തുള്ള അറബികൾ ആ രാജ്യത്തിൻ്റെ ഭാഗമായിട്ട് തീരും. അപ്പം അങ്ങനെ ആ പ്രശ്നം തീർക്കാമെന്ന് അവർ വിചാരിച്ചത്. പക്ഷേ ഇവർ വിചാരിച്ച സ്വപ്നം നടന്നില്ല. ഈ പറഞ്ഞ പ്രദേശങ്ങൾ മുഴുവൻ ഇവർ പിടിച്ചെടുത്തു. അപ്പം ഈ ഗാസ എന്ന് പറയുന്ന റീജിയൻ, അത് സിനായോട് ചേർന്ന് കിടക്കുന്ന റീജിയനാണ്. അത് ഈജിപ്ത് പിടിച്ച് ഈജിപ്തിൻ്റെ കയ്യിൽ വെച്ചു, ഇന്നത്തെ ഗാസ എന്ന് പറയുന്ന സ്ഥലം.
കൂടാതെ ഈ വെസ്റ്റ് ബാങ്ക് എന്ന് നമ്മൾ വിളിക്കുന്ന ഈ പ്രദേശം അത് ജോർദാൻ പിടിച്ചെടുത്ത് അവരുടെ രാജ്യത്തോട് ചേർത്ത് വെച്ചു. പിന്നീട് ജെറുസലേമിൻ്റെ പകുതിയും ഈ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട്, ജെറുസലേം ഒരു ഇൻഡിപെൻഡൻറ്റ് റീജിയനായിട്ട് വെച്ചു എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഈ ജെറുസലേമിൻ്റെ പകുതി ഇസ്രായേൽ പിടിച്ചെടുത്ത് അവരുടെ രാജ്യത്തോട് ചേർത്തു. ബാക്കി പകുതി ജോർദാൻ പിടിച്ചെടുത്ത് അവരുടെ രാജ്യത്തോട് ചേർത്തു. അപ്പം ഇസ്രായേൽ നേരെ നടുക്കൂടെ ജോർദാൻ പകുതി പിന്നെ ഇസ്രായേലിനും എന്ന നിലയ്ക്കാണ് പോയത്. അപ്പോൾ ഈ പറയുന്ന അഡീഷണൽ ഈ ലാൻഡ് 60% ലാൻഡ് ഇവർക്ക് നഷ്ടപ്പെട്ട പ്രദേശങ്ങൾ ജാഫ, ലിഡ, റാമേൽ, അപ്പർ ഗലീലി, നെഗേവ്, ഈസ്റ്റ് കോസ്റ്റ് ഓഫ് ഗാസ സിറ്റി, ഈസ്റ്റ് കോസ്റ്റ് അപ് ടു ഗാസ സിറ്റി ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി വെസ്റ്റ് ജെറുസലേം. ഇത്രയും പ്രദേശമാണ് ഈ അറബികൾക്കായി വീതം വെച്ച് കൊടുത്തിരുന്നതിൽ നിന്ന് ഇസ്രായേൽ പിടിച്ചെടുത്ത് അവരുടെ ഭാഗമാക്കിയത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജൂൺ 11, 1948 വെടിനിർത്തൽ ഭാഗമായി അതിനെ നമ്മൾ ബ്ലൂ ലൈൻ എന്ന് വിളിക്കുന്നു. അതാണ് ഇന്നത്തെ ഇൻ്റർനാഷണൽ ബോർഡറായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. 2,60,000 ജ്യൂസ് ആ ഒരു കാലഘട്ടത്തിൽ തന്നെ അറബ് റീജിയനിൽ നിന്ന് ഈ സിവിൽ വാറിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഇസ്രായേൽ ഫോം ചെയ്തതിൻ്റെ പേരിൽ അറബ് റീജിയനിലുള്ള ജ്യൂസിനെ എല്ലാവരോടും തല്ലി ഓടിച്ചു. അപ്പോൾ പെട്ടെന്ന് 2,60,000 ജ്യൂസിന് അറബ് റീജിയനിൽ നിന്ന് ഇങ്ങോട്ട് മൈഗ്രേറ്റ് വരേണ്ടി വന്നു. ഇത് ഈ മൈഗ്രേഷൻ, ജ്യൂസിൻ്റെ മൈഗ്രേഷൻ എന്ന് പറയുന്നത് പതിറ്റാണ്ടുകൾ കൊണ്ട് സംഭവിക്കുന്ന കാര്യമാണ്. 1947 ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഒരു 8 ലക്ഷം ജ്യൂസ് മാത്രമാണ് അവിടെ ഉള്ളത്. പിന്നീട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇന്ത്യയിൽ വാസ്തവത്തിൽ 50,000 ജ്യൂസ് ഉണ്ട്. നമ്മളുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് 50,000-ഓളം ജ്യൂസ് ഉണ്ട് ഇന്ത്യയിൽ. പ്രധാനമായിട്ടും ബോംബെ റീജിയനിലാണ് ഉണ്ടായിരുന്നത്. കേരളത്തിലുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. ഈ ജ്യൂസൊക്കെ ഇങ്ങനെ കുറേ കാലം കഴിഞ്ഞിട്ടാണ് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നത്. 2000 ആണ്ടോടൊക്കെയാണ് ഇന്ത്യയിൽ നിന്നൊക്കെയുള്ള മൈഗ്രേഷൻ സംഭവിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയിരുന്നു. പക്ഷേ അറബ് റീജിയനിൽ നിന്ന് അറബികൾ ജൂതന്മാരെ വളരെ പെട്ടെന്ന് എക്സ്പെൽ ചെയ്ത് കളഞ്ഞു. അങ്ങനെ അവർ കൂട്ടത്തോടെ ഈ ഇസ്രായേൽ രാജ്യം ഫോം ചെയ്ത സമയത്ത് അവർക്ക് ഈ ഭാഗത്തേക്ക് ഓടി വരേണ്ടി വന്നു. നമുക്കറിയാം, ഇങ്ങനെ ഓടി വരാൻ എളുപ്പമുള്ള കാര്യമല്ല. ഓരോ രാജ്യങ്ങളിലും പോയിട്ട് നൂറ്റാണ്ടുകളായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തവരാണ്. അവർക്കുള്ള സ്വത്തുക്കളുണ്ട്, ബന്ധങ്ങളുണ്ട്. അതെല്ലാം ഉപേക്ഷിച്ചിട്ട് അഭയാർത്ഥികളായിട്ടാണ് വാസ്തവത്തിൽ അവർ ഈ പറയുന്ന ബഹുഭൂരിഭാഗം ജ്യൂസ് യൂറോപ്പിൽ നിന്നല്ലാതെ ഈ അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ജ്യൂസ് എല്ലാവരും അഭയാർത്ഥികളായിട്ട് തന്നെയാണ്. അവരുടെ എല്ലാ സ്വത്തുക്കളും അറബികൾ പിടിച്ചെടുത്ത് അവരെ അവിടുന്ന് ചവിട്ടി പുറത്താക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ അറേബ്യൻ രാജ്യങ്ങളിൽ 8 ലക്ഷത്തോളം ജ്യൂസ് അറേബ്യൻ രാജ്യങ്ങളിൽ ചെതറി ജീവിച്ചിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ജ്യൂസ് ജീവിച്ചിരുന്നത് നോർത്ത് ആഫ്രിക്കയിലാണ്. ഈ നോർത്ത് ആഫ്രിക്ക എന്ന് പറയുന്നത് ഈജിപ്ത്, അൾജീരിയ, ലിബിയ, മൊറോക്കോ, ടുണീഷ്യ ആൻഡ് വെസ്റ്റേൺ സഹാറ, ഇത്രയും രാജ്യങ്ങളിലാണ് ഈ 8 ലക്ഷത്തിലെ 65% ജ്യൂസും ജീവിച്ചിരുന്നത്. ഈ രാജ്യങ്ങളൊക്കെ ഇറ്റലിയുടെയും ഫ്രാൻസിൻ്റെയും കീഴിലായിരുന്നു ആ സമയത്ത്. ഈ 19-ാം നൂറ്റാണ്ട് 20-ാം നൂറ്റാണ്ടൊക്കെ ആകുമ്പോഴേക്കും ഓട്ടോമൻ എംപയറിനൊക്കെ അവിടുന്ന് പായിപ്പിച്ചിട്ട് ഒരു 17-ാം നൂറ്റാണ്ട് മുതൽ നമുക്കറിയാം യൂറോപ്യൻ രാജ്യങ്ങൾ കോളനികൾ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഓട്ടോമൻ എംപയർ ചുരുങ്ങി പോയിട്ടുണ്ട്. ആ സമയത്ത് ഈ നോർത്ത് ആഫ്രിക്ക മുഴുവൻ ഇറ്റലിയുടെയും ഫ്രാൻസിൻ്റെയും കീഴിലായിരുന്നു. ആ പ്രദേശത്താണ് ഈ 8 ലക്ഷം ജ്യൂസ് അറബ് റീജിയനിൽ ജീവിച്ചിരുന്നതിൽ 65% അവിടെയായിരുന്നു. ബാക്കി ഒരു 20% ഇറാഖിലുണ്ടായിരുന്നു, ഈജിപ്തിൽ ഒരു 10% ഉണ്ടായിരുന്നു, ഒരു 7% യമനിലുണ്ടായിരുന്നു. ഈ 8 ലക്ഷം ജ്യൂസും പല കാലങ്ങളിലായിട്ട് ഈ ഇസ്രായേൽ പ്രദേശത്തേക്ക് അഭയാർത്ഥികളായിട്ട് തന്നെ എത്തിപ്പെട്ടിട്ടുണ്ട്. ഇവരുടെ സ്വത്തുക്കളൊക്കെ പിടിച്ചു പറിച്ചിട്ടാണ് അവിടുന്ന് ഇവരെ പറഞ്ഞയച്ചിട്ടുള്ളത്. ഇത് കൂടാതെ ഒരു 2 ലക്ഷത്തോളം ജൂതന്മാർ ഇറാനിലും ടർക്കിയിലുമായിട്ട് ജീവിച്ചിരുന്നു. ഇറാനിലും ടർക്കിയും അതും മുസ്ലിം രാജ്യങ്ങൾ തന്നെയാണ്. പക്ഷേ നമ്മൾ അറബ് രാജ്യങ്ങൾ എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടില്ല. അപ്പം ആ രാജ്യങ്ങളിൽ നിന്നും ഒരു 2 ലക്ഷത്തോളം. അപ്പോൾ നമ്മൾ ഇസ്രായേൽക്കാരുടെ എണ്ണം നോക്കുകയാണ്. 1948 8 ലക്ഷം പേരേ ഉള്ളൂ. 49 ആയപ്പോഴേക്കും അത് 12 ലക്ഷമായി. 4 ലക്ഷം ആളുകളാണ് ഒരു വർഷം കൊണ്ട് എത്തിച്ചേർന്നത്. 1950 ആയപ്പോഴേക്കും അത് 14 ലക്ഷമായി. 1974 34 ലക്ഷം ജ്യൂസ് ഇസ്രായേലിലുണ്ട്. 2000 ആണ്ടാകുമ്പോഴേക്കും അത് 60 ലക്ഷമായിട്ട് വളർന്നു. ഇന്ന് ഇസ്രായേൽക്കാരുടെ എണ്ണം ഏകദേശം 80 ലക്ഷമാണെന്ന് നമുക്കറിയാം ആ പ്രദേശത്തുള്ളത്. അപ്പം കാലാകാലങ്ങളിൽ ഇവർ ആലിയ എന്നാണ് ഈ പ്രോസസ്സിന് പറയുന്നത്. അവർ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഇസ്രായേലിലേക്ക് എത്തുകയാണ് ചെയ്തത്. നേരെ മറിച്ച് ഇന്ത്യ പോലത്തെ രാജ്യങ്ങളിൽ നിന്നൊക്കെ പോയത് അവരുടെ എല്ലാ വസ്തുവകകളും കിട്ടാവുന്ന മാക്സിമം വിലയ്ക്ക് വിറ്റിട്ട് വലിയ സമ്പത്തുമായിട്ടാണ് അവരങ്ങോട്ട് പോയത്. ഈ അറബ് രാജ്യങ്ങളിൽ നിന്ന് മാത്രമാണ് ഇവർക്ക് അഭയാർത്ഥികളായിട്ട് പോകേണ്ടി വരുന്നത്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ അവിടെ എത്തിയ ജ്യൂസ് എക്സ്ട്രീംലി റിച്ച് ആയിട്ടുള്ള ആളുകളാണ്. അതും അവരുടെ ഇന്നത്തെ രാജ്യത്തിൻ്റെ ഫോർമേഷനുമായി ബന്ധപ്പെട്ടതാണ്. ഇനിയിപ്പം പലപ്പോഴും ഞാനിടുന്ന ഈ ടോക്കുകളിടയിൽ ചീത്ത വിളിക്കാൻ വരുന്ന ചില ആളുകൾ ചോദിക്കാറുണ്ട്, നിങ്ങൾ ക്രിസ്ത്യാനികളും ജ്യൂസും ശത്രുക്കളല്ലേ? പിന്നെ ഈ ആക്കുന്ന പണി. ക്രിസ്ത്യാനികളും ജ്യൂസും ശത്രുക്കളല്ല. ക്രിസ്ത്യാനികൾക്ക് തിയോളജിക്കലായിട്ടുള്ള വിവരമില്ലാത്തൊരു കാലത്ത് ക്രിസ്ത്യാനികൾ ജ്യൂസിനെ ശത്രുക്കളായി പരിഗണിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ്. ക്രിസ്തുവിനെ കൊന്നത് ജ്യൂസാണ് എന്നൊരു ധാരണ നമ്മൾ ഷേക്സ്പിയറിൻ്റെ കൃതികളിലൊക്കെ നമുക്ക് കാണാം. ഇത് ആ ക്രിസ്ത്യാനികളുടെ ദൈവശാസ്ത്രപരമായ വിവരക്കേടുകൊണ്ട് ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞതാണ്. വാസ്തവത്തിൽ ക്രിസ്തുവിനെ ആരും കൊന്നതല്ല. ക്രിസ്തുവിൻ്റെ മരണം ക്രിസ്തു സ്വയം സ്വീകരിച്ചതാണ്. അതിൽ ജ്യൂസ് ഇൻസ്ട്രുമെൻ്റലായി എന്ന് മാത്രമല്ല കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ
ജൂതന്മാരോട് ക്ഷമിച്ച ശേഷം മരിച്ചത്. ഈശോ ക്ഷമിച്ച യൂതനോട് ഒരു ക്രിസ്ത്യാനിക്കും ഒരു പ്രശ്നം ഉണ്ടാവേണ്ട കാര്യമില്ല. അപ്പോൾ ആ പ്രശ്നം അവിടെ അവസാനിച്ചു. മാത്രമല്ല, ഈ ജ്യൂസിന് ഈ രാജ്യമുണ്ടായത് ക്രിസ്ത്യാനികൾ കൊടുത്തിട്ടാണ്. ബ്രിട്ടനാണ് ഈ രാജ്യം ഇവർക്ക് സമ്മാനിച്ചത്. ബ്രിട്ടനും ഫ്രാൻസും ഒക്കെയാണ് ഇവരുടെ ഈ രാജ്യത്തെ ഏറ്റവും ആദ്യം റെക്കഗ്നൈസ് ചെയ്തും ഈ രാജ്യത്തെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തിയത്. യൂറോപ്പിൻ്റെ ശക്തി കൊണ്ടാണ് മുസ്ലിങ്ങളെ അവിടുന്ന് പായിപ്പിച്ചിട്ട് ഈ രാജ്യം അവർക്ക് തിരിച്ചു കൊടുക്കാൻ സാധിച്ചത്. യൂറോപ്പിന് ശക്തി ഉണ്ടായത് ഈ ക്രിസ്ത്യാനികളുടെ വിദ്യാഭ്യാസം കൊണ്ടാണ്. ഏകദേശം 7-ാം നൂറ്റാണ്ട് 8-ാം നൂറ്റാണ്ടായപ്പോഴേക്കും കത്തീഡ്രൽ സ്കൂളുകൾ എന്ന് പറയുന്ന സ്കൂളുകൾ യൂറോപ്പിൽ സ്ഥാപിക്കപ്പെടുകയും അത് പുരോഹിതന്മാർക്ക് വിദ്യാഭ്യാസം കൊടുക്കാനാണ്. അവർക്ക് ലാറ്റിൻ, ഒന്ന് ക്രിസ്ത്യൻ ഡോക്ടറിൻ പഠിപ്പിക്കാൻ വേണ്ടി, 2 ലാറ്റിൻ ഗ്രാമർ പഠിപ്പിക്കാൻ വേണ്ടി. ഈ സ്കൂളുകളൊക്കെ പിന്നീട് പബ്ലിക്കിന് തുറന്നു കൊടുത്തു. ഒരു 11-12-ാം നൂറ്റാണ്ടായപ്പോഴേക്കും 10-ാം നൂറ്റാണ്ട് കഴിയുമ്പോൾ തന്നെ ഇന്ന് പറയുന്ന ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി, പാരീസ് യൂണിവേഴ്സിറ്റി, ഇങ്ങനെ ലോകത്തിലെ വളരെ പ്രശസ്തമായ യൂണിവേഴ്സിറ്റികളൊക്കെ സ്ഥാപിതമായി കഴിഞ്ഞു. പൊതുജനത്തിന് വ്യാപകമായ വിദ്യാഭ്യാസം കിട്ടി. അതിൻ്റെ ഭാഗമായിട്ടാണ് യൂറോപ്പിൽ സയൻസ് വളർന്നത്. യൂറോപ്പിൽ സയൻസ് വളർന്നതിൻ്റെ ഭാഗമായിട്ടാണ് വ്യവസായ വിപ്ലവം ഉണ്ടാവുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് യൂറോപ്യൻ രാജ്യങ്ങൾ, പോർച്ചുഗീസ് ആയിക്കൊള്ളട്ടെ, സ്പെയിൻ ആയിക്കൊള്ളട്ടെ, ബ്രിട്ടൻ ആയിക്കൊള്ളട്ടെ, ഫ്രാൻസ് ആയിക്കൊള്ളട്ടെ, ലോകം മുഴുവനെത്തുകയും കോളനികൾ സ്ഥാപിക്കുകയും മുസ്ലിം ഭരണം ഇന്ത്യയിലടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇല്ലാതാക്കുകയും ചെയ്തത് ക്രിസ്ത്യാനികളാണ്. അങ്ങനെ ക്രിസ്ത്യാനികൾ ലോകം മുഴുവൻ എസ്റ്റാബ്ലിഷ് ചെയ്തതിൻ്റെ പേരിലാണ് യൂറോപ്പ് ഈ ഇസ്രായേൽ എന്ന് പറഞ്ഞ ഒരു രാജ്യം ഫോം ചെയ്തിട്ടുള്ളത്. അത് കൃത്യമായി ജൂതന്മാർക്ക് അറിയാം. അതുകൊണ്ടാണ് നെതന്യാഹു പറയുന്നത് എപ്പോഴും ബൈബിളിനെ കോട്ട് ചെയ്ത് സംസാരിക്കുന്നത്. ഇപ്പോൾ അറിയാത്തവർക്ക് അറിയാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം.